ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തമിഴ്നാട് അംഗീകരിക്കില്ലെന്ന് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഷാ യുദ്ധമുണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ നിരവധി ഉത്തരേന്ത്യൻ മാതൃഭാഷകൾ തുടച്ചു നീക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സ്റ്റാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേന്ദ്രം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഹരിയാന, ബീഹാർ, UP സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ അവരുടെ മാതൃഭാഷകൾ നശിപ്പിക്കപ്പെട്ടു. NEP അംഗീകരിച്ചാൽ മാത്രമേ അവർ ഫണ്ട് നൽകൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. NEP അംഗീകരിച്ച് നമ്മുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ 5000 കോടി മുതൽ 6000 കോടി വരെ നൽകാൻ അവർ തയ്യാറാണ്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ DMK സർക്കാർ ഭയപ്പെടുന്നില്ലെന്നും ഉദയനിധി തുറന്നടിച്ചു. മുഖ്യമന്ത്രി അടുത്തിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ NEP അംഗീകരിക്കുന്നില്ല, അതിർത്തി നിർണയം അംഗീകരിക്കുന്നില്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കലും അംഗീകരിക്കില്ല. ഇന്ന് കേന്ദ്രം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നേരിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയവും ഹിന്ദി അടിച്ചേൽപ്പിക്കലും തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ ഭീഷണികളെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കാരണം തമിഴ്നാട് നിലവിൽ ഭരിക്കുന്നത് AIADMK സർക്കാരല്ല, DMK ആണ് ഭരിക്കുന്നത്. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം വഴി ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവർത്തിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്നു. എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും തുല്യ അവകാശങ്ങളുണ്ട്. എല്ലാം ഒരേ രീതിയിൽ പഠിപ്പിക്കണം. ഇതാണ് NEPയുടെ ലക്ഷ്യം. തമിഴ്നാട്ടിലെ ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇതിനെ എതിർക്കുന്നു. NEPയിൽ എവിടെയും ഹിന്ദി മാത്രമേ പഠിപ്പിക്കൂ എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. തമിഴിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത്. ഇതിനായി ദ്രാവിഡ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. എത്ര ഭീഷണിപ്പെടുത്തിയാലും കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയം തമിഴ്നാട് അംഗീകരിക്കില്ലെന്നാണ് MK സ്റ്റാലിൻ പറഞ്ഞത്. മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ MK സ്റ്റാലിൻ വിമർശിച്ചിരുന്നു. മാത്രമല്ല, വിഷയത്തിൽ MK സ്റ്റാലിൻ തുറന്ന പോരിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളും വാക്കുകളിൽ നിന്ന് ലഭ്യമാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിലുള്ള കേന്ദ്രത്തിന്റെ ത്രിഭാഷാ നയം നടപ്പിലാക്കില്ലെന്ന തന്റെ മുൻ നിലപാട് ആവർത്തിച്ച സ്റ്റാലിൻ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ NEP നടപ്പിലാക്കാത്തതിന് ഫണ്ട് തടഞ്ഞുവെച്ചതായും ആരോപിച്ചു.